നമ്മളിപ്പോൾ ബിടെക് കോഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റീസും ബിടെക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുസാറ്റ്, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, KTU, അങ്ങനെ കേരളത്തിലുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും നമുക്ക് എഞ്ചിനീയറിംഗ് ബിടെക് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇന്റേൺഷിപ്പ് കമ്പൽസറി ആയിട്ടുള്ള അവരെ കരിക്കുലത്തിൽ അറ്റ്ലീസ്റ്റ് 4 ഇയേഴ്സിൽ വൺസെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യലെന്ന് കമ്പൽസറിയാണ്. സോ അവർ ബിടെക്കിന് തന്നെ തിയറി പഠിക്കുന്നുണ്ട്, മിനി പ്രൊജക്റ്റ് പ്രാക്ടിക്കലായിട്ട് അവർ മിനി പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, മെയിൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയും ഒരു ഇന്റേൺഷിപ്പിന്റെ റെലവൻസ് എവിടെയാണ് അവിടെ വരുന്നത്? ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മളെ മിക്കവാറും എല്ലാ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും മോർ ലൈക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളത് ശരിക്കും ഈവൻ ദോ നമുക്ക് എത്രയൊക്കെ ലാബ് ഉണ്ടെങ്കിലും അതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ നമ്മൾ ബിടെക് കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഈ ബിടെക്കും എംടെക്കും ചെയ്ത എക്സ്പീരിയൻസ് എനിക്കറിയാം. ഞാൻ ബിടെക് എംടെക് PhD ചെയ്ത സമയത്തുള്ള എക്സ്പീരിയൻസ് നമ്മൾക്കറിയാം. അപ്പോൾ എത്രയൊക്കെ നമ്മൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും, അതിപ്പം ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മുതൽ ഒരു ക്യുസാറ്റ് പോലെ യൂണിവേഴ്സിറ്റി ലെവൽ മുതൽ NITs IITs പോലെ നാഷണൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പോലും ഒരു ഇൻഡസ്ട്രി ലെവലിൽ നമുക്കൊരു എഞ്ചിനീയറിംഗ് സ്കില്ല് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം നമുക്ക് വലിയൊരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഒരുപാട് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, സിലബസ് കവർ ചെയ്യാനുണ്ട്, പരീക്ഷ നടത്താനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇടയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പോഷർ, ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. പക്ഷെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്. കാരണം വെച്ചാൽ ഒരു എഞ്ചിനീയറായിട്ട് ബേസിക് എഞ്ചിനീയറിംഗ് സ്കില്ലില്ലാതെ നമ്മൾ പുറത്തിറങ്ങേണ്ടി വരിക. മേ ബി അവർക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടാവും, ഗ്രേഡ് കാർഡൊക്കെ നല്ല ടോപ്പായിരിക്കും, റാങ്കോ ഡിസ്റ്റിങ്ഷനോ ഒക്കെ ചിലപ്പോൾ എഞ്ചിനീയറിംഗിന് ഉണ്ടാവും. ബട്ട് എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളുകൾ കമ്പാരിറ്റീവ്ലി വളരെ കുറച്ചായിരിക്കും പുറത്തിറങ്ങുന്ന സമയത്ത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആക്ച്വലി ഈ ഇൻറ്റേൺഷിപ്സ് കമ്പൽസറി ആക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷനിൽ ഇപ്പം ഒരു 2 മാസം വെക്കേഷൻ ടൈം ഉണ്ട്. ആ ടൈമിൽ അവർക്ക് ഇതേപോലെ ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ റിസർച്ച് സെൻ്ററിലൊക്കെ പോയിട്ട് ഇൻറ്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പോഷർ അതിന് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മീൻസ് ഇവിടെ ഇന്റേൺഷിപ്പിന് വരുന്ന പല കുട്ടികളും ഇപ്പോൾ ബയോമെഡിക്കലിൻ്റെ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റൽസിലാണ് പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്യുമ്പോഴും ഏത് കമ്പനിയിൽ പോകണം, എവിടെ പോകണം, കറക്റ്റ്. അതിൽ 2 കാര്യം എന്താ വെച്ചാൽ, ഒന്ന് കുട്ടികൾക്ക് അതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ പലപ്പോഴും ഉണ്ടാവാറില്ല. മേ ബി പലപ്പോഴും ഫാക്കൽറ്റീസിനും ഈ രീതിയിലൊരു അഡ്വൈസ് കൊടുക്കാൻ ടീച്ചേഴ്സിനും അറിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്നുള്ളത്. ഇപ്പം ഉദാഹരണം ഇപ്പം ബയോമെഡിക്കലിൻ്റെ കേസ് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് ചൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്താണ് ഹോസ്പിറ്റൽസിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഹോസ്പിറ്റൽസിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറുടെ ഒരു പോസ്റ്റ് ഉണ്ട്. അതന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു 1000 ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ അതൊരു 100 ഹോസ്പിറ്റലിലൊക്കെയാണ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറുടെ പോസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടുത്തെ CT MRI എക്സ്റേ പോലുള്ള മെഷീൻസിന് കേടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാന്നുള്ളതാണ് അവരുടെ പണി. ഇനിയിപ്പോൾ ഈ മെഷീൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു 15 ദിവസത്തെ 1 മന്തിലേക്ക് ഇൻറ്റേൺഷിപ്പിന് കുട്ടികൾ പോയതുകൊണ്ട് എന്ത് പ്രാക്ടിക്കൽ ബെനിഫിറ്റാണ് അവർക്ക് കിട്ടുക എന്നുള്ളത് അറിയില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കാണുക, അത് യൂസ് ചെയ്യുക എന്നുള്ളത് മോർ ലൈക്ക് ടെക്നീഷ്യൻസ് ഓൾറെഡി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്, അതിലപ്പുറത്തേക്ക് മറ്റ് അലൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് കാര്യങ്ങൾ അതും ഉണ്ട്. പക്ഷേ ഇവരുടെ റോൾ ആക്ച്വലി ഈ ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബയോമെഡിക്കലാണെങ്കിൽ ഫിലിപ്സ്, സീമെൻസ്, ജനറൽ ഇലക്ട്രിക് പോലുള്ള കമ്പനികളാണ് ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയിൽ പോയിട്ട് എങ്ങനെയാണ് ഇങ്ങനത്തെ മെഷീൻസ് മേക്ക് ചെയ്യുന്നത് നോക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ് എന്നുള്ളത്. അപ്പം ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ടീച്ചേഴ്സിനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് കഴിയാഞ്ഞിട്ടാണോ അതോ അവർ പറയാഞ്ഞിട്ടാണോ കുട്ടികൾക്ക് താല്പര്യമില്ലായിട്ടാണോ അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട മറ്റ് ഫാക്ടേഴ്സാണ്. ബട്ട് ഈവൻ ദെൻ നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളെ കരിയർ ഏതാണ് അതിന് സ്യൂട്ടബിൾ ആവുന്ന ഇൻറ്റേൺഷിപ്സ് സെലക്ട് ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതായത് എന്താ വെച്ചാൽ ഇപ്പം നോർമലി 2 ടൈപ്പ് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഒരു ഫോർ സേക്ക് ഓഫ് കംപ്ലീറ്റിംഗ് ആൻ ഇൻറ്റേൺഷിപ്പ് വി ക്യാൻ ഗോ ഫോർ എ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതിന് പകരം ഞാനിപ്പം എൻ്റെ ഒരു പാഷൻ എന്നുള്ളത് മോർ ലൈക്ക് ഒരു എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രോണിക്സ് ബിടെക് എംടെക് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന സ്ഥലത്തായിരിക്കണം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൽ തന്നെ ഒരുപാട് സബ് ഡൊമൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളെ ഡൊമൈൻ എന്താണ്, നമ്മളെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ആ ഏരിയയിലുള്ള ഇൻറ്റേൺഷിപ്സ് ചൂസ് ചെയ്യാൻ നമ്മൾ റെഡി ആവണം.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറയാം. അപ്പോൾ അതിലിപ്പോൾ സിഗ്നൽ പ്രോസസ്സിംഗ് എന്നുള്ളൊരു ഡൊമൈൻ ഉണ്ട്, ഇമേജ് പ്രോസസ്സിംഗ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്, പിന്നെ VLSI എംബഡഡ് സിസ്റ്റംസ് എന്നുള്ളൊരു ഡൊമൈൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഡൊമൈൻ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ താല്പര്യമുള്ള ആൾ ഒരു കുട്ടി ആ ഒരു ഏരിയയിലുള്ള എക്സ്പോഷർ കിട്ടുന്ന കമ്പനികളാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ VLSIയിൽ എംബഡഡ് സിസ്റ്റംസിൽ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ടല്ലോ, അപ്പം അങ്ങനത്തെ കമ്പനികളിലാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. പിന്നെ സിഗ്നൽ ആൻഡ് ഇമേജ് പ്രോസസ്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഇൻഡസ്ട്രി ഏതാണ്, അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കോർ ഇൻഡസ്ട്രിയിൽ നമ്മൾ പോകുമ്പോൾ ആ ഇൻഡസ്ട്രിയിലേക്ക് പറ്റുന്ന സ്ഥലങ്ങളിലുള്ള ഇൻറ്റേൺഷിപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാർട്ട്. ഇനി സെക്കൻഡ് കേസ്, ഒരാൾക്ക് ഹയർ സ്റ്റഡീസിലാണ് താല്പര്യം എന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ BTechും M.Techും കഴിഞ്ഞ് PhDക്കാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഇൻട്രസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി പോകുക എന്നുള്ളതല്ല, റിസർച്ചിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് റിസർച്ച് ഇൻറ്റേൺഷിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു മേ ബി ഒരു NITസിലും IITസിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ CSIRൻ്റെ ഒരുപാട് ലബോറട്ടറീസ് ഇന്ത്യയിലുണ്ട്, അവർ ഇൻറ്റേൺഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ISRO DRDO ഒക്കെ പോലുള്ള ഏറ്റവും നാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് ഓർഗനൈസേഷൻസ് ഇൻറ്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബാലൻസിങ് കൃത്യമായിട്ട് കുട്ടികൾക്ക് അറിയണം. അവരെ ഇപ്പോൾ ഈവൻ ഒരു ഇൻഡസ്ട്രി ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു റിസർച്ച് കരിയറിലേക്ക് പോകുന്നത് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ അത് ഒരു ആപ്റ്റ് സംഗതിയല്ല. ഒരു ഇൻഡസ്ട്രി ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് നമുക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരേണ്ടത്. നേരെ തിരിച്ച് ഒരു റിസർച്ച് പാഷനുള്ള ഒരാൾ ഒരു ഇൻഡസ്ട്രി ഇൻറ്റേൺഷിപ്പ് പോകുന്നതിനേക്കാളും നല്ലത് റിസർച്ച് ഇൻറ്റേൺഷിപ്പിന് പോകുന്നതാണ്. ഇതാണൊരു സംഗതി. എനിക്ക് തോന്നുന്നത് നമുക്ക് തന്നെ പേഴ്സണലായിട്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം പിന്നെ ഫാത്തിമാമിൻ്റെ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു IIITയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? IIITയിൽ അവിടെ നരേന്ദ്രകുമാർ റെഡ്ഡി സാറിൻ്റെ അണ്ടറിലായിരുന്നു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാർ ഒരു പ്രൊജക്റ്റ് അസൈൻ ചെയ്യും, എന്നിട്ട് അതിൽ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന നിലക്ക് അത് എന്തായിരുന്നു വർക്ക്? ഒരു ലങ് സൗണ്ട് അനാലിസിസ്. നമ്മളെ ലങ് സൗണ്ട് ഉണ്ടല്ലോ, അത് ക്ലാസിഫൈ ചെയ്യുന്നത് നോർമലാണോ അബ്നോർമലാണോ എന്നുള്ള ക്ലാസിഫൈ ചെയ്യുന്ന വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അവസാനം എന്താക്കി ഒരു കോൺഫറൻസിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് സംഗതി. ഇപ്പോൾ നമ്മൾ റിസർച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പബ്ലിക്കേഷൻസ് കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിസർച്ച് ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വർക്ക് തീരുമ്പോഴേക്കും നമുക്കൊരു പേപ്പറും കൂടെ ആവും. പിന്നെ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ എൻ്റെ BTechൻ്റെ പ്രൊജക്റ്റ് ചെയ്ത ISROയിലാണ്, VSSCയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റാണ് പിന്നെ എനിക്ക് ഒരുപാട് ഇൻറ്റേൺഷിപ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്തും മറ്റ് നമ്മൾ വേറെ ചില ഓപ്പർച്യൂണിറ്റീസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്. കാരണം കുസാറ്റിൻ്റെ BTech ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ എൻ്റെ കയ്യിലുള്ളത് ISROൻ്റെ ആ ലോഗൊക്കെ ഉള്ള ആ ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വാല്യൂ കൂടുതലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റി. അതേപോലെ BTech ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അത് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ഓഫർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതെനിക്ക് തോന്നുന്നത് നല്ലൊരു ശതമാനം എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യം കൂടിയാണ്, SRF എന്നുള്ള സംഗതി. അപ്പം സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഏകദേശം 300ഓളം സ്റ്റുഡൻസിന് ഓൾ ഇന്ത്യ ലെവലിൽ പിന്നെ എഞ്ചിനീയറിംഗ്, ബേസിക് സയൻസ്, ഫിസിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ബയോളജി, ലൈഫ് സയൻസ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ ഒരു 4-5 സ്ട്രീമുകളിലായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരെ സ്പോൺസർ ചെയ്യും. നമുക്കൊരു 2 മാസം വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട്. ഞാൻ പഠിച്ച സമയത്ത് അത് 8,000 പെർ മന്ത് ആയിരുന്നു. ഇപ്പോൾ അത് അഗൈൻ റിവൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മാസം ഇന്ത്യയിൽ ഒരു ലീഡിംഗ് റിസർച്ച് സെൻറ്ററിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് 2 മാസം വർക്ക് ചെയ്യാം. ആ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിൻ്റെ അത് നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ്, അവരെ ഒരു ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റും കിട്ടും. നമ്മൾ ഈ പറഞ്ഞ പോലെ റിസർച്ച് വർക്ക് കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്ന സംഗതിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇൻറ്റേൺഷിപ്സ് ഉണ്ട് എന്നുള്ളത് പല കുട്ടികൾക്കും അറിയാത്തൊരു കാര്യമാണ്. അതേപോലെ ISROയിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ISROൻ്റെ ഏകദേശം ഒരു 12ഓളം ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് VSSC ഉണ്ട്, LPSC ഉണ്ട്, അതേപോലെ IISc ഉണ്ട്, ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ഉണ്ട്, സ്പേസ് അപ്ലിക്കേഷൻ സെൻറ്റർ ഉണ്ട്, ബാംഗ്ലൂരുള്ള ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇൻറ്റേൺഷിപ്സ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു ഇൻഡസ്ട്രിയൽ ഇൻറ്റേൺഷിപ്പ് ആണോ അതോ റിസർച്ച് ഇൻറ്റേൺഷിപ്പ് ആണോ എന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സംഗതി. ഇനി പല ഇൻറ്റേൺഷിപ്സിനും അപ്ലിക്കേഷൻ എന്നുള്ളതും ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രൊഫസറെ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെയിൽ ചെയ്യാം. ഇപ്പം TIFR കേട്ടിട്ടുണ്ടോ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നുള്ള. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് TIFRൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് VSRP എന്നുള്ളൊരു സ്കീമുണ്ട്, വിസിറ്റിംഗ് സ്റ്റുഡൻറ്റ് റിസർച്ച് പ്രോഗ്രാം എന്നുള്ള. അതിൻ്റെ പാർട്ടായിട്ടാണ് ആക്ച്വലി നമുക്ക് TIFRൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അതും സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് നല്ലൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആക്ച്വലി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് മുംബൈയിലുള്ളത്. അപ്പോൾ നോർമലി VSRP ത്രൂ
പോവാണ് അവിടെ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ബിടെക് പഠിക്കുമ്പോൾ പിന്നെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും അതിന് അപ്ലൈ ചെയ്തു, രണ്ടും റിജക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഭയങ്കര പ്രതീക്ഷയോട് കൂടി കണ്ടിരുന്ന സംഗതിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ പിന്നെ ഡോക്ടർ സത്യനാരായണ ബിസെറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പ്രൊഫസറെ എനിക്ക് നോക്കിയ സമയത്ത് കിട്ടി. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഡൊമൈന് ന്യൂട്രിനോ ഒബ്സർവേറ്ററി ആയിട്ട് റിസർച്ചാണ്. നമ്മളെ സേൺ കേട്ടിട്ടില്ലേ, സ്വിറ്റ്സർലൻഡിലുള്ള പിന്നെ നമ്മളെ പാർട്ടിക്കിൾ ആക്സലറേറ്റർ എന്നുള്ള ഒരു റിസർച്ച്, കണികാ പരീക്ഷണശാല എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു റിസർച്ച് ലബോറട്ടറിയാണ് സേൺ എന്നുള്ളത്. അപ്പോൾ അവിടെ ചെയ്യുന്ന അതേപോലത്തെ ഒരു റിസർച്ച് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി ആണ്. തമിഴ്നാട്ടിലെ തേനിലൊരു മലൻ്റെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ലബോറട്ടറി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാലം അതിൻ്റെ റിസർച്ച് തുടങ്ങിയിട്ട്, ബട്ട് ഈവൻ ദ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള റിസർച്ചാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഡോക്ടർ സത്യനാരായണ സാറ്. അപ്പോൾ എനിക്ക് ആ വർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ ഹൈ എനർജി ഫിസിക്സിലെ നല്ലൊരു ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ആയിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയ സമയത്ത് ഞാൻ അവരെ ഡയറക്റ്റ് മെയിൽ ചെയ്തു, പേഴ്സണലായിട്ട് മെയിൽ ചെയ്തു. സാർ, ഞാൻ ഇന്ന കുസാറ്റിന് ബിടെക് കഴിഞ്ഞ് ISROയിൽ പ്രൊജക്റ്റൊക്കെ ചെയ്തൊരു സ്റ്റുഡൻ്റാണ്, എനിക്ക് ഇങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദിവസം സാറിനെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു. എന്നിട്ട് മുംബൈയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ 2.5 മാസത്തോളം അവിടെ വർക്ക് ചെയ്തു. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു റിസർച്ച് എക്സ്പോഷർ ആയിരുന്നു TAFR എന്ന് കിട്ടിയൊരു സംഗതി. അപ്പോൾ ശരിക്കും ഈ ഒരു INO പ്രൊജക്റ്റിൽ അവർ ചെയ്യുന്ന RPC ഡിറ്റക്ടേഴ്സ് ഉണ്ട്, റെസിസ്റ്റീവ് പ്ലേറ്റ് ചേമ്പേഴ്സ് അല്ല, ന്യൂട്രിനോസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി മോണിറ്റർ ചെയ്യാനുള്ള ഒരു നല്ലൊരു അടിപൊളി പ്രൊജക്റ്റാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ആ പേപ്പർ പബ്ലിഷ് ചെയ്തു. IEEE ഒരു കോൺഫറൻസിൽ ബോംബെ സബ്സെക്ഷൻ്റെ ഒരു സിമ്പോസിയത്തിൽ അത് പബ്ലിഷ് ചെയ്തു. ഇപ്പോഴും എൻ്റെ പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ സൈറ്റേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പേപ്പർ കൂടിയാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പോഷേഴ്സ് നമുക്ക് ഇതുപോലെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ തന്നെ പാർട്ടായിട്ട് പറയേണ്ട ഒരു സംഗതി, പിന്നെ അതിന് മുമ്പ് തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ NCRA എന്നുള്ളൊരു സെൻറ്റർ ഉണ്ട്. ഇപ്പം റേഡിയോ ഫിസിക്സിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക്, റേഡിയോ ആസ്ട്രോണമിയിലൊക്കെ താല്പര്യമുള്ള ആളുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് NCRA. പൂനെയിലാണ്. പിന്നെ നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സ് ആണ്. അത് TAFRന് തന്നെ ഒരു സബ് പിന്നെ ലബോറട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഗതിയാണ്. ആക്ച്വലി ഞാൻ തേർഡ് ഇയറിൽ അതിലേക്കാണ് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരത് റിജക്ട് ചെയ്തു. അവർ ആക്ച്വലി ഒരു 1 വീക്കിന് എന്നെ കോൾ ഫോർ ചെയ്തു. അവിടെ നമ്മൾ ചെന്നു. അവിടെ അന്നത്തെ ലീഡിംഗ് സയൻറ്റിസ്റ്റ് ആയിരുന്ന പ്രൊഫസർ യശ്വന്ത് ഗുപ്ത, ഇന്ത്യയിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റേഡിയോ ആസ്ട്രോഫിസിസ്റ്റിൽ ഒരാളാണ് പ്രൊഫസർ യശ്വന്ത് ഗുപ്ത. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരു 2-3 ദിവസം വർക്ക് ചെയ്തു. 3-ാമത്തെ ദിവസം സാർ എന്നോട് പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് ജോബ്, യു ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പോകാൻ പറഞ്ഞു. പക്ഷേ കൂട്ടത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വെച്ചാൽ ഇവരെ തന്നെ പാർട്ടായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ റേഡിയോ ടെലിസ്കോപ്പ് ഉണ്ട്, GMRT എന്നാണ് അതിൻ്റെ പേര്, ജയൻ മീറ്റർ വേവ് റേഡിയോ ടെലിസ്കോപ്പ് എന്നുള്ളത്. ഈ ടെലിസ്കോപ്പ് ആക്ച്വലി ഒരു 30 to 40 മീറ്റേഴ്സ് ആൻറ്റിനയാണ്. നമ്മൾ ഡിഷ് ആൻറ്റിന കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു 40 മീറ്റേഴ്സ് വലിപ്പമുള്ളൊരു പിന്നെ 10-30ഓളം ആൻറ്റിനാസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു വൈ ഡയറക്ഷനിൽ വെച്ചിട്ടുള്ള ഒരു ആൻറ്റിന അരയാണ് ലോകത്തിൽ നടക്കുന്ന റേഡിയോ വേവ്സിനെ മുഴുവൻ ഡിറ്റക്ട് ചെയ്യുന്ന പ്രപഞ്ചത്തിൻ്റെ പുരളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു റിസർച്ച് വർക്കാണത്. അങ്ങനെ അവിടുന്ന് വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി. കാരണം ഇന്റേൺഷിപ്പ് കിട്ടിയില്ല, ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിൽ. പക്ഷേ സ്വാഭാവികമായിട്ടും TAFRൻ്റെ ഒരു സെൻറ്ററിൽ നമ്മൾ റിജക്ട് ചെയ്തെങ്കിലും തൊട്ടടുത്ത വർഷം TAFR മെയിൻ ക്യാമ്പസിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഇന്ത്യ ബേസ്ഡ് ന്യൂട്രോൺ ഒബ്സർവേറ്ററി പ്രൊജക്റ്റിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും ഇപ്പോഴും ആ പ്രൊജക്റ്റിൽ ചെറിയൊരു പാർട്ട് നമ്മളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവകാശപ്പെടാനും പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലക്ക് നമ്മളെ കരിയറിനനുസരിച്ചുള്ള ഇന്റേൺഷിപ്സ് കാര്യങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു PhD കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ PhDക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ LORs വേണ്ടി വരും, റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് വേണ്ടി വരും. അപ്പോൾ TAFR എന്ന് എനിക്ക് കിട്ടിയ റെഫറൻസ് ആണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു അസറ്റ് ആയിട്ടുള്ളൊരു സംഗതി. അവിടുന്ന് ഡോക്ടർ B സത്യനാരായണ ബിസെറ്റയുടെ ഈ ഒരു പിന്നെ ലെറ്റർ ഹെഡിലുള്ള TAFRൻ്റെ ഒരു ലെറ്റർ ഹെഡിലുള്ള ഒരു LOR നമുക്ക് കിട്ടുമ്പോൾ അത് ശരിക്കും ഭയങ്കര വാല്യുബിൾ ആയിട്ടൊരു സംഗതിയാണ്. ഇപ്പോൾ ലോകത്തിലുള്ള ഏതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും അറിയാൻ പറ്റുന്ന ഒരു പേരാണ്, ബ്രാൻഡ് നെയിമാണ് ഈ പറഞ്ഞ ISRO അല്ലെങ്കിൽ TAFR എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് ആക്ച്വലി. അപ്പം അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും നമ്മളെ സ്കില്ല് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കൂടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാണ് ഇന്റേൺഷിപ്സിൻ്റെ കേസിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ, നോർമലി കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മീൻസ് സീനിയേഴ്സ് പോയ അതേ പാത്രത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക, മീൻസ് അവരവരെ കരിയർ എന്താണ് എന്ന് ചൂസ് ചെയ്യാതെ തോന്നിയ എളുപ്പമുള്ള പണിക്ക് പോകുക എന്നുള്ളതാണ്. ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് കോളേജുകളിൽ കാണുന്ന പ്രൊജക്റ്റാണ് ഈ പറഞ്ഞ വെതർ സ്റ്റേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ട്രാഫിക് ഐലൻഡിനെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക, അങ്ങനത്തെ സംഗതികൾ. കറക്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളല്ലാതെ കുറച്ചും കൂടെ നല്ല ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്ത്, അപ്പോൾ നമ്മൾ തന്നെ കമ്പനിയിലേക്ക് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണ് നിങ്ങളെ പ്രൊജക്റ്റ് എന്താ ചെയ്തെന്നുള്ളത്. അപ്പോൾ ആ ഒരൊറ്റ ആൻസറിന് മനസ്സിലാക്കുക ഓരോ കപ്പാസിറ്റി എത്രത്തോളമാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നല്ല പ്രൊജക്റ്റ് നല്ല സ്ഥലത്ത് പോയി ചെയ്താൽ അത് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് തന്നെ ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ഏത് കരിയറിലേക്ക് പോയി കഴിഞ്ഞാലും ആദ്യം നമ്മൾ ചോദിക്കുക നമ്മളെ UG പ്രൊജക്റ്റ് എന്താണ്, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. അത് നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ട്രാക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളെ കമ്പനിയിൽ ഇന്റേൺഷിപ്പ് കാര്യം അതുകൊണ്ട് ഇതിൻ്റെ കൂടെ പറയണം. അപ്പം ഡിഫറെൻറ്റ് ലെവലിൽ ഇപ്പോൾ NIT ട്രിച്ചി, കുസാറ്റ്, അമൃത എഞ്ചിനീയറിംഗ് കോളേജ്, NIT കാലിക്കറ്റ്, പിന്നെ GC തൃശ്ശൂർ, GC കാലിക്കറ്റ്, ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ നമ്മളെ കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യുന്നത് ഇവിടെ ഇൻഹൗസ് ആയിട്ട് നടക്കുന്ന റോബോട്ടുകളുടെ ഡെവലപ്മെൻറ്റ്, AI മോഡൽസിൻ്റെ ഡെവലപ്മെൻറ്റ് ഒക്കെ അവർക്കും കൂടെ പാർട്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും കുറച്ചും കൂടെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പോഷർ അതിൽ കിട്ടും. ഒരു സാധാരണ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഫോർ സേക്ക് ഓഫ് കംപ്ലീറ്റിംഗ് ആൻഡ് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇനിയും കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ഇന്റേൺഷിപ്പ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു AI റോബോട്ടിക്സ് ഫീൽഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്താൽ നമുക്കും ഇതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഓക്കെ.